ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നുവരുന്ന നൂറ്റാണ്ടിനെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത് ദ ഡാർക്ക് ഏജ്, ഇരുണ്ട യുഗമെന്നാണ്. ഞാൻ ഇന്ന് ഇവിടെ പ്രഭാഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇവിടെ അനൗൺസ്മെന്റിലൂടെ സദസ്സിൽ ഉച്ചത്തിൽ പറഞ്ഞ എല്ലാവരും പറഞ്ഞത് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ്, ബിഫോർ 1400 years ago. 1400 വർഷങ്ങൾക്ക് മുമ്പ് കാട്ടാള ജനതയെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ കൊല്ലിനും കൊലയ്ക്കും വേണ്ടി മാത്രം ജീവിച്ച 6-ാം നൂറ്റാണ്ടിലെ ഇരുണ്ട യുഗത്തിലെ കാട്ടറബികളെ യഥാർത്ഥത്തിൽ നാം എല്ലാവരും ഇസ്ലാമിക സദസ്സുകളിൽ അനൗൺസ്മെന്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്ന ഒരു വാക്ക് ഇതാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല. എല്ലാവരും വളരെയധികം കാലാകാലങ്ങളായി അള്ളാഹുവിന്റെ പ്രവാചകൻ കടന്നുവന്ന സമൂഹത്തിന്റെ കലുഷിത സാഹചര്യങ്ങളെ ലോകത്തിന്റെ മുമ്പിൽ പറയാൻ ചരിത്രകാരന്മാര് കണ്ടുപിടിച്ച ഏറ്റവും വലിയ വാക്ക് ആ നൂറ്റാണ്ട്, 6-ാം നൂറ്റാണ്ട് ഇരുണ്ട യുഗമായിരുന്നു. ആ കാലഘട്ടം ഇരുട്ടിന്റെ കാലഘട്ടമായിരുന്നു. നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തെ ഇരുണ്ട യുഗം എന്ന് വിളിക്കാനുള്ള കാരണം എന്താണ്? യഥാർത്ഥത്തിൽ ആ കാലഘട്ടത്തിൽ 6-ാം നൂറ്റാണ്ടിൽ സൂര്യൻ ഉദിക്കാത്തത് കൊണ്ടല്ല, 6-ാം നൂറ്റാണ്ടിൽ ചന്ദ്രന്റെ പ്രഭാവലയങ്ങൾ ലോകത്തിന്റെ മുന്നിൽ പ്രകാശം നൽകാത്തത് കൊണ്ടല്ല, ഇന്നത്തേക്കാൾ അതിതീവ്രമായി സൂര്യന്റെ പ്രകാശവും ചന്ദ്രന്റെ പ്രകാശവും നക്ഷത്രങ്ങളുടെ തിളക്കവും 6-ാം നൂറ്റാണ്ടിലുണ്ടായിരുന്നു. ഇന്നത്തേക്കാൾ വെളിച്ചം ആ ലോകത്ത് പടർന്നൊഴുകിയിരുന്നു. എന്നിട്ടും ചരിത്രകാരന്മാർ ആ കാലഘട്ടത്തിലെ ഇരുണ്ട യുഗമെന്ന് വിളിക്കാൻ കാരണം സൂര്യന്റെ പ്രകാശമില്ലാത്തത് കൊണ്ടല്ല, ചന്ദ്രവലയം പ്രകാശിക്കാത്തത് കൊണ്ടല്ല, ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ വെളിച്ചമുണ്ടായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ വന്ന കാലഘട്ടത്തെ ചരിത്രകാരന്മാർ ഇങ്ങനെ പറയാൻ കാരണം ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല. അവരുടെ ഹൃദയത്തിൽ ഇരുട്ട് മാത്രം ആവരണം ചെയ്ത, വെളിച്ചത്തിന്റെ ഒരു കണിക പോലും ഹൃദയാന്തരങ്ങളിലോട്ട് കടന്നു പോകാത്ത ഒരു ജനത. നേരത്തെ ഇവിടെ പലരും ആവർത്തിച്ചു പറഞ്ഞതുപോലെ ജനിച്ച കുഞ്ഞ് പെണ്ണാണെന്ന് കണ്ടാൽ അതേപടി ജീവനോടെ അത് കുടിച്ചുമൂടിയ ജനത, കള്ളിനും പെണ്ണിനും വേണ്ടി മാത്രം ജീവിച്ചിരുന്ന ഒരു ജനത. ചരിത്രകാരന്മാര് പറയുക ദ 3W, വൈൻ, വാർ ആൻഡ് വിമൺ. യുദ്ധം, കള്ള്, പെണ്ണ്, ഇത് മൂന്നുമല്ലാതെ 4ാമതൊരു ചിന്ത 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾക്കുണ്ടായിരുന്നില്ല. ആ കാലഘട്ടത്തിലെ ആളുകളെ കുറിച്ച് പറയുന്നത് അരയിൽ കിടക്കുന്ന ഈർച്ചവാളിന്റെ മൂർച്ചയറിയാൻ ആദ്യം കാണുന്നവന്റെ കഴുത്തിൽ വെട്ടിനോക്കിയ കാട്ടറബികൾ. അവർ അവരുടെ കയ്യിലിരിക്കുന്ന ആയുധമായിരുന്ന മൂർച്ചവാളിന്റെ ഈർച്ചവാളിന്റെ മൂർച്ചയറിയാൻ ആദ്യം അവർ വെട്ടിനോക്കിയത് വാടപ്പിണ്ടിയിലായിരുന്നില്ല. അവർ വെട്ടിനോക്കിയത് ഏതെങ്കിലും മരക്കശനത്തിലായിരുന്നില്ല. തന്റെ അരയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഈർച്ചവാളിന്റെ മൂർച്ചയറിയാൻ എതിരെ കാണുന്ന ആദ്യം കാണുന്നവന്റെ കഴുത്തിൽ പോറി നോക്കിയ 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. ആ കാട്ടറബികളെ ലോകം മുഴുവനും എഴുതി തള്ളിയപ്പോൾ, കാരണം വലതുഭാഗത്ത് പേർഷ്യ, ഇടതുഭാഗത്ത് റോമ, ഇവർ രണ്ടുപേരും അവരുടെ സാമ്രാജ്യത്വ വികസന അജണ്ടയുടെ ഭാഗമായി അടുത്ത് കാണുന്ന നാട്ടുരാജ്യങ്ങൾ മുഴുവനും അധികാരപ്രയോഗത്തിലൂടെ കീഴടക്കുമ്പോഴും റോമക്കാർ തിരിഞ്ഞു നോക്കാത്ത, പേർഷ്യക്കാര് തിരിഞ്ഞു നോക്കാത്ത, അവർ കാര്യം ഒന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ആഗ്രഹിക്കാത്ത ഒരു നാടുണ്ടായിരുന്നു അറേബ്യ. കാരണം അവർക്ക് ആർക്കും വേണ്ടില്ല, അത്രയ്ക്കും വൃത്തികെട്ട ജനത. നമ്മുടെ നാട്ടിലൊക്കെ ചില കോളനികളെ കുറിച്ച് നമ്മൾ പറയും, അങ്ങോട്ട് ആരും പോവാൻ പാടില്ല, ചില നാട്ടിൽ നിന്ന് ആരും പെണ്ണ് കെട്ടാൻ പാടില്ല, കാരണം അവർ അത്രയ്ക്ക് മോശക്കാരാന്ന് ചില നാടുകളെ കുറിച്ച് നമ്മളൊക്കെ പറയാറുണ്ട്. അതുപോലെ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ആരും ഒന്ന് എത്തി നോക്കാൻ പോലും മറച്ചിരുന്ന അത്രത്തോളം സാംസ്കാരിക ജീർണതയുടെ പിടിയിൽ അകപ്പെട്ടുപോയ ജനത അവരായിരുന്നു 6-ാം നൂറ്റാണ്ട്. അവരുടെ ഹൃദയത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല. ആ കാലത്തെ സമൂഹത്തെക്കുറിച്ച് ചരിത്രകാരന്മാര് പറയുക, പൊതുവഴിയിലൂടെ നടന്നു പോകുന്നവന്റെ മടിക്കെട്ടിന്റെ വലിപ്പം കണ്ടാൽ ആ നടന്നു പോകുന്നവന്റെ കഴുത്തറുത്തു മാറ്റിയിട്ട് മടിക്കെട്ടിലിരിക്കുന്ന പൈസ മോട്ടിച്ചു കൊണ്ടുപോകുന്ന പണക്കൊതിയന്മാരായ ഒരു ജനത. അവര് പിന്നീട് ആരായി മാറി?
ഈ സമൂഹത്തിന് വന്ന അത്ഭുതകരമായ പരിവർത്തനം എന്തായിരുന്നു? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഭയങ്കര അനൗൺസ്മെന്റ് ഒക്കെ കേട്ട് അവിടെ മുഹമ്മദ് അങ്ങ് പൊളിക്കുകയാണ്. 6-ാം നൂറ്റാണ്ടിലെ കാട്ടറബികൾ. അതെ, അത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ അറിയണം എന്താ ആ കാട്ടറബികൾ പിന്നീട് ആരായി മാറി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത്രയും വലിയ ആഭാസന്മാരായിരുന്ന ജനത, വടിയിലൂടെ നടന്നു പോകുന്നവന്റെ മടിക്കെട്ടിന്റെ കനം കാണുമ്പോൾ ആ നടന്നു പോകുന്നവന്റെ കഴുത്തറുത്തിട്ട് പൈസ മോട്ടിച്ചു കൊണ്ടുപോയിരുന്ന ജനത, അവരിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ വിശുദ്ധമായ ഖുർആന്റെ വായനയുമായി കടന്നു വന്നപ്പോൾ അവര് പിന്നീട് ആരായി മാറി? ചരിത്രം പറയുന്നത് പാതിരാ സമയത്ത് പാവപ്പെട്ട ആളുകൾ കിടന്നുറങ്ങുന്നതും കാത്ത് പാവപ്പെട്ടവരുടെ വീടിന്റെ മുമ്പിൽ സക്കാത്തിന്റെ പൈസയും കൊണ്ടിരിക്കുന്ന സമൂഹമായി ഇവർ മാറി. പാവപ്പെട്ടവർ ഉറങ്ങിക്കഴിയുമ്പോൾ ആ ഉറങ്ങിക്കിടക്കുന്നവരുടെ വീട്ടിൽ പാവപ്പെട്ടവൻ ഉറങ്ങുന്നതും കാത്തുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമായി മാറി. വഴിയരികിലൂടെ പോകുന്ന മനുഷ്യനെ കൊള്ളയടിച്ച് കഴുത്തറുത്തിരുന്ന ഈ ജനത, അവരിലേക്ക് വിശുദ്ധമായ ഖുർആന്റെ ആയത്തുകൾ ഇറങ്ങിയപ്പോൾ പാതിരാ സമയത്ത് പാവപ്പെട്ടവൻ ഉറങ്ങുന്നതും കാത്ത് അവന്റെ വീടിന്റെ മുന്നിൽ സക്കാത്തിന്റെയും സദക്കയുടെയും പണക്കിടയുമായി കാത്തിരിക്കുന്നവരായി ഈ കൊള്ളക്കാരുടെ സമൂഹം മാറി. ഇത് ലോകത്ത് സംഭവിച്ചതാണ്. ഇഖ്റഇന്റെ ശബ്ദമിറങ്ങിയപ്പോൾ, മക്കാ മുക്കറമയിൽ ഇഖ്റ ഇറങ്ങിയപ്പോൾ നടന്ന സ്വാഭാവികമായ പരിവർത്തനമാണ് ഞാൻ ഈ പറയുന്നത്. ഇവരെന്തായി എന്നറിയുമോ? അവര് കൊടുക്കുന്നവര് പോലും അറിയാൻ ഇഷ്ടപ്പെട്ടില്ല. വാങ്ങിക്കുന്ന ആൾ അറിയുന്നത് അവർക്ക് ഇഷ്ടമായിരുന്നില്ല. അവരാരായി മാറി? രാത്രിയിൽ പാവപ്പെട്ടവര് കടന്നുറങ്ങുന്നതും കാത്ത് പാവപ്പെട്ടവന്റെ വീടിന്റെ സൈഡിൽ പോയി ഇങ്ങനെ നിൽക്കും. അവർ ഉറങ്ങിക്കഴിയുമ്പോൾ സക്കാത്തിന്റെയും സദക്കയുടെയും പൈസ അവരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചിട്ട് ആരും അറിയാതെ ഇറങ്ങിപ്പോകും. രാവിലെ പാവപ്പെട്ടവൻ എഴുന്നേറ്റ് നോക്കുമ്പോൾ തലയിണയുടെ സൈഡിൽ 1000 ദിർഹം 100 ദിർഹം ഇരിക്കുന്നു. ഇത് ആര് ചെയ്തതാണിത്? ഒരു കാലത്ത് റോഡിലൂടെ നടന്നു പോകുന്നവന്റെ മടിക്കെട്ടിന്റെ കനം കണ്ടിട്ട് അവന്റെ പിടിച്ചു നിർത്തി കഴുത്ത് വെട്ടിയെറിഞ്ഞിട്ട് അവന്റെ പൈസ എടുത്തിട്ട് പോയി കള്ളു വാങ്ങിച്ചു കുടിച്ച സമൂഹം, അവരുടെ മക്കാ മുക്കറമയിൽ ഇഖ്റഇന്റെ ശബ്ദമിറങ്ങിയപ്പോൾ ഖുർആന്റെ വചനങ്ങൾ അവരുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ അവരാരായി മാറി? സക്കാത്തിന്റെ പൈസയുമായി ആരും അറിയാതെ പോയി കാത്തു നിൽക്കുന്നവരായി മാറി. ആ കാലഘട്ടത്തിൽ പള്ളിയിൽ കടന്നിട്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഖുർആന്റെ നാദവീഥികൾ അലയടിച്ചപ്പോ പള്ളിയിൽ കടന്നുറങ്ങുന്ന മിസ്കീന്മാര് എഴുന്നേറ്റാൽ ഉടനെ സൈഡിലൊക്കെ തലേണയുടെ ഭാഗത്ത് മടിയിൽ തപ്പി നോക്കും, ആരെങ്കിലും പൈസ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോന്നറിയാൻ. ആ കാലഘട്ടത്തിൽ ആളുകൾ മിസ്കീന്മാരെന്ത് ചെയ്യും? എഴുന്നേറ്റ ഉടനെ തപ്പി നോക്കും, ആരെങ്കിലും സക്കാത്തിന്റെ പൈസ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ. ആ കാലഘട്ടത്തിലെ ഒരു സംഭവം പറയുന്ന, ഒരു മനുഷ്യൻ പള്ളിയിൽ കിടന്നുറങ്ങുന്നു. ഒരാൾ വന്ന് ആ ഉറങ്ങിക്കിടക്കുന്ന ആളിന്റെ ഭാഗത്ത് 100 സ്വർണ്ണ നാണയം കൊണ്ടുപോയി വെച്ചിട്ട് മിണ്ടാതിറങ്ങിപ്പോയി. അയാള് പോയി വീടിന്റെ മുൻവശത്തിരിക്കുമ്പോ കുറെ കഴിയുമ്പോൾ നിസ്കരിക്കാൻ പോയ മോൻ വന്നു. മോൻ വന്നിട്ട് പറഞ്ഞു, വാപ്പാ പള്ളിയിൽ കിടന്നുറങ്ങുമ്പോ ഇന്ന് എനിക്കൊരു കോളടിച്ചു. ഞാൻ എഴുന്നേറ്റ് നോക്കിയപ്പോ ആരോ 100 സ്വർണ്ണ നാണയം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. വാപ്പ ചോദിച്ചടാ ഭയ, അത് നീ ആയിരുന്ന? ഞാനത് അറിഞ്ഞില്ലല്ലോ, കൊണ്ടുപോയി വെച്ചത് വാപ്പയാണ്. അള്ളാന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. വാപ്പയാണ് കൊണ്ടുവന്ന് വെച്ചത്. രണ്ടുപേരും തമ്മിൽ തർക്കമായി. വാപ്പ പറഞ്ഞു, നീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല, പൈസ തിരിച്ചു തരണം. മകൻ പറഞ്ഞു, നിങ്ങളാണ് വെച്ചത്, എന്താ ഉറപ്പ്? എന്റെ പൈസ തട്ടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ കള്ളം പറയുന്നതാണ്. രണ്ടുപേരും തമ്മിൽ തർക്കമായി. അവസാനം തർക്കമില്ല ഹളറത്തി റസൂലില്ല, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തെത്തി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ടുപേരോടും പറഞ്ഞു, വാപ്പയോട് പറഞ്ഞു, വലക്കമാ അഅ്തൈത, നിനക്ക് കൊടുത്ത പ്രതിഫലമുണ്ട്. മകനോട് പറഞ്ഞു, വലക്കമാ അഖത്ത, നിനക്ക് എടുത്തതിന്റെ പ്രതിഫലവുമുണ്ട്. വാങ്ങിച്ച പ്രതിഫലം നിനക്ക്, കൊടുത്ത പ്രതിഫലം പിതാവേ നിങ്ങൾക്ക്. ഞാൻ ഈ പറഞ്ഞതിന്റെ അർത്ഥം, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജനതയുടെ നടുവിലേക്ക് അള്ളാഹുവിന്റെ ഖുർആന്റെ പരിവർത്തനത്തിന്റെ പടധ്വനി ഇറങ്ങിയപ്പോ പള്ളിയിൽ കിടക്കുന്നിറക്കുന്നത് സ്വന്തം മകനായിട്ട് പോലും പിതാവ് മനസ്സിലായില്ല അത് മകനാണെന്ന്. കാരണം കിടന്നുറങ്ങുന്നവനെ അറിയിക്കാതെ മെല്ലെ പോയി നിന്ന് നോക്കാതെ 100 പവന്റെ സ്വർണവും വെച്ചിട്ട് അവര് തിരിച്ചുപോയി. ആരായിരുന്നു ഇവർ? ഒരു കാലത്ത് ഇവർ ആരായിരുന്നു? ഒരു മാറ്റമുണ്ടാകണ്ടേ? നമ്മുടെ നാട്ടിലൊരു മാറ്റത്തിന്റെ മാറ്റൊലി ഉണ്ടാവണ്ടേ? ആരായിരുന്നു ഇവർ? ആ കാട്ടറബികൾ ആരായി മാറി? ആ കാലഘട്ടത്തെ കുറിച്ച് ചരിത്രം പറയുന്നത് ഇങ്ങനെയല്ലേ? ആ മനുഷ്യത്തിന്റെ 6-ാം നൂറ്റാണ്ടിന്റെ കാട്ടറബികളുടെ നടുവിലേക്ക് ഹൃദയത്തിൽ വെളിച്ചമില്ലാതിരുന്ന, ഹൃദയാന്തരങ്ങളിലേക്ക് പ്രകാശം കടന്നു വരാതിരുന്ന ജനതയുടെ നടുവിലേക്ക് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആന്റെ നൂറിറങ്ങിയപ്പോ, കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ ളുലുമാതി ഇലൻ നൂർ,
അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലോട്ട് നയിക്കാൻ ദൗത്യമേറ്റെടുത്ത അള്ളാഹുവിന്റെ ഖുർആനിന്റെ നൂറ് അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിലോട്ട് ഇറങ്ങിയപ്പോ അതേവരെ അവരുടെ ഹൃദയത്തിന് പ്രകാശമുണ്ടായിരുന്നില്ല. ഇരുട്ട് മാത്രം ഹൃദയത്തിൽ നിറച്ചു വെച്ചൊരു ജനതയിലേക്ക് ഖുർആന്റെ വെളിച്ചമിറങ്ങിയപ്പോ വടിയരികിലൂടെ നടന്നു പോകുന്നവന്റെ മടിശീലയുടെ കനം കണ്ടിട്ട് അവന്റെ കടുത്തു വെട്ടിമാറ്റിയ ജനതയാണ് പിന്നീട് മാറിപ്പോയത്. സക്കാത്തിന്റെ പൈസയുമായി പാതിരാത്രിയിൽ പാവപ്പെട്ടവന്റെ കുടിലിന്റെ ഭാഗത്തുറക്കമിളച്ച് കാത്തു നിൽക്കുന്ന